ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ ക്ഷീണവും ദാഹമൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 കപ്പോളം പാലാട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചിട്ട് 1 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുള്ള പാലാട്ടോ. അപ്പോൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം തണുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളത്. അത് ഞാനൊരു 2.5 കപ്പോളാട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ജ്യൂസ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഞാനൊരു വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് പഴമാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാനിവിടെ 3 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് പഴം വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. നേന്ത്രപ്പഴം ആയാലും റോബസ്റ്റ് ആയാലും ചെറുപഴം ഏതായാലും കുഴപ്പമില്ല. ഏത് പഴം വെച്ചിട്ടും ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ജ്യൂസ്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. വലിയ ജാറായതുകൊണ്ട്. ചെറിയ ജാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി അതിലേക്ക് നമുക്കിതാ ഒരു 10-25ഓളം ബദാം ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുതിർത്തി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് അടർന്ന് പോകുന്നുള്ളൂ കേട്ടോ. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പൊടി തന്നെ എടുക്കാൻ നോക്കുക. എന്താ വെച്ചാൽ നമ്മൾ അതൊന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ വരും. അപ്പോൾ പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അരച്ചെടുക്കേണ്ട ആവശ്യമൊക്കെ വരും കേട്ടോ. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പോളം പാലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അങ്ങ് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് അങ്ങ് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പാല് മൊത്തമായിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നും കൂടെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു ജ്യൂസ് വേണ്ടത്. വല്ലാണ്ടങ്ങ് തിക്കായി പോകരുത്. പഴം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായിട്ട് വരും നമ്മുടെ ഈ ജ്യൂസ്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. ഈ പാലിന് നല്ല കട്ടിയുള്ള പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളം പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലായിട്ട് 1 കപ്പോളം വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടായതുകൊണ്ട് തന്നെ ചിയാ സീഡ് നല്ല തണുപ്പൊക്കെ തരുന്നതാണ്. അപ്പോൾ കുറച്ച് ചിയാ സീഡ് നമുക്ക് അതിലേക്ക് ഇതുപോലെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ചിയാ സീഡ് അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ പഴം ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം തന്നെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഗ്രീൻ കളറുള്ള മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഏത് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ കൂടുതലായിട്ട് ആവി പോവരുത്. 1-2 ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്കിങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കേട്ടോ. കൂടുതലായി പോയാൽ ആ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു 10 മിനിറ്റ് മുമ്പെയാണ് ഈ ഒരു ചിയ സീഡ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്ത് അറിയിച്ചാലും മതി കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടതായി കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അത് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ വരും കേട്ടോ. എന്നാലേ മാത്രമേ ഞാൻ അതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.